ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ സാധനം കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം എന്താണെന്നുള്ളത്. റുബിക്സ് ക്യൂബ്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവർക്കും വളരെ നിഷ്പ്രയാസം സോൾവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഇന്നിവിടെ ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിനെപ്പറ്റി ABCD പോലും അറിയാത്ത ആളുകൾക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ നിങ്ങളൊന്ന് കണ്ടിരിക്കുക. കണ്ടതിന് ശേഷം അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഒരു ക്യൂബ് നിങ്ങൾ മേടിക്കുക. അത് ഓൺലൈനിൽ നിന്നോ കടയിൽ നിന്നോ എവിടെ നിന്നെങ്കിലും മേടിക്കുക. ഒരു 100-120 രൂപ റേഞ്ച് കൊടുക്കുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള, ഇതിനിപ്പോൾ 120 രൂപ മാത്രമേ ആയിട്ടുള്ളൂ, നല്ല ക്വാളിറ്റിയുള്ള ഒരു ക്യൂബാണ്. അപ്പോൾ നിങ്ങളിത് മേടിക്കുക. ഈ വീഡിയോ നിങ്ങൾ മുഴുവനും കണ്ടതിന് ശേഷം അതേപോലെ തന്നെ നിങ്ങളൊന്ന് സോൾവ് ചെയ്യുക. വളരെ എളുപ്പത്തിൽ നമുക്കിത് സോൾവ് ചെയ്യാം. കാരണം ചില ആളുകൾ ഇത് വാങ്ങിയതിന് ശേഷം ഇത് എറിഞ്ഞു പൊട്ടിക്കുകയൊക്കെ ചെയ്തിട്ടാണ് ഈ സോൾവ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ള കറക്റ്റായിട്ടുള്ള മെത്തേഡാണ് നമ്മുടെ ഇവിടെ കാണിക്കുന്നത്. കൊച്ചു കുട്ടികൾക്ക് പോലും ഇത് എളുപ്പം ചെയ്യാൻ പറ്റും. ഒരു ചെറിയ റിക്വസ്റ്റോട് കൂടിയുണ്ട്, നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യുക. കാരണം നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇതുപോലുള്ള നല്ല അടിപൊളി വീഡിയോസുകൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിൽ ഇതിപ്പോൾ ഒരു ഫുള്ള് സോൾവ്ഡ് ആയിട്ടുള്ള ഒരു ക്യൂബാണ്. നമ്മൾ ഈ ക്യൂബ് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ അതിന്റെ സെൻട്രൽ കളറുകൾ അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കളർ നമ്മൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുന്നത്. ഇപ്പൊ ഇവിടെ റെഡ് ആണ്, ഇത് ഫുള്ളായിട്ട് റെഡ് ആണ്. ഇവിടെ ബ്ലൂ ആണ്, ഇത് ഫുള്ളായിട്ട് ബ്ലൂ ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെയാണ് ഒരു കളറിനെ നമുക്ക് മനസ്സിലാക്കുന്നത്. ഇതിന്റെ സെൻട്രൽ കളറുകളെ അനുസരിച്ചിട്ടായിരിക്കും. ഇനി അൺസോൾവ് ആയിട്ട് നമുക്ക് ഒരു ക്യൂബ് കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ അത് ഫൈനലൈസ് ചെയ്യുന്നത് വരെ നമ്മുടെ ഈ യെല്ലോ കളറ് ടോപ്പിലായിരിക്കണം നിൽക്കേണ്ടത്. ഈ കാണുന്ന രീതിയിലായിരിക്കണം നിൽക്കേണ്ടത്. ഇനി ഞാൻ നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് ഞാൻ ഇക്വേഷൻ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ഞാനിത് പറയുന്നത്. ഒന്നുമില്ല, ഇപ്പൊ നമുക്കറിയാം ഇത് റൈറ്റ് സൈഡ് ആണ്, ഇത് ലെഫ്റ്റ് സൈഡ് ആണ്, ഇത് ഫ്രണ്ട് ആണ്, ഇത് ബാക്ക്, ഇത് ടോപ്പ്. അപ്പം റൈറ്റ് ഇൻവേർട്ടഡ്, ലെഫ്റ്റ് ഇൻവേർട്ടഡ്, അപ്പ് ഇൻവേർട്ടഡ്, ബാക്ക് ഇൻവേർട്ടഡ്, ഫ്രണ്ട് ഇൻവേർട്ടഡ്. ഇത്രയേ ഉള്ളൂ ഇതിനകത്തിലെ കാര്യം എന്ന് പറഞ്ഞാൽ. ഇത് കറക്റ്റായിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ക്യൂബ് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഒന്നുകൂടി കാണിച്ചു തരാം. റൈറ്റ് ഇൻവേർട്ടഡ്, ലെഫ്റ്റ് ഇൻവേർട്ടഡ്, അപ്പ് ഇൻവേർട്ടഡ്, ബാക്ക് ഇൻവേർട്ടഡ്, ഫ്രണ്ട് ഇൻവേർട്ടഡ്. ഇത്രയേ ഉള്ളൂ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള സംഭവം എന്ന് പറയാനായിട്ട്. ഇനി നമ്മളിത് ഒരു ഇക്വേഷൻ ആയിട്ട് നമുക്കിത് ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഞാനിപ്പോ ഇതിനി മുഴുവനായിട്ടൊന്ന് ഷഫിൾ ചെയ്യാനായിട്ട് പോവാണ്. അപ്പൊ ഈ കാണുന്ന രീതിയിൽ നമുക്കൊന്ന് ഷഫിൾ ചെയ്തെടുക്കാം. ഇതിനി എങ്ങനെയൊക്കെ ഷഫിൾ ചെയ്താലും നമുക്കിത് കറക്റ്റ് ആക്കി എടുക്കാനായിട്ട് പറ്റും. ഇത് നിങ്ങളൊന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് പഠിക്കാനായിട്ടും പറ്റും. ഒരു പേപ്പറോ പേനയോ എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇതിൽ പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ എഴുതി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ഉപകാരമായിരിക്കും. ഇപ്പൊ നമ്മളിപ്പോ ഇതിവിടെ മുഴുവനായിട്ടും ഷഫിൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ആദ്യം പറഞ്ഞതിലൂട്ട് തന്നെ നമ്മൾ ക്യൂബ് അൺസോൾവ്ഡ് ആയിട്ട് ഇതുപോലെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് യെല്ലോ ടോപ്പിൽ വരുന്ന സൈഡ് ഏതാണോ അത് നമ്മൾ ഇതുപോലെ തന്നെ വെക്കുക. ഈ ക്യൂബ് അവസാനം നമ്മൾ ഫൈനലൈസ് ചെയ്യുന്നവരെ. അതിനുശേഷം ഈ യെല്ലോയുടെ 4 സൈഡിൽ ആദ്യം വൈറ്റ് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഓൾറെഡി ഒരു വൈറ്റ് ഉണ്ട്. ഇനി നമുക്ക് ഈ 3 സൈഡിലും വൈറ്റ് കൊണ്ടുവരണം. അതിനായിട്ട് നമ്മൾ ഈ സൈഡിലാണ് നമ്മൾ നോക്കേണ്ടത് വൈറ്റ് എവിടെയാണ് കിടക്കുന്നത്. ഇപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്കറിയാം ഇവിടെ ഒരു വൈറ്റ് ഉണ്ട്. അത് സെന്റർ അല്ലാത്തതുകൊണ്ട് നമുക്ക് സെന്ററിൽ കൊണ്ടുവരാൻ പറ്റത്തില്ല. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ ഒരു വൈറ്റ് ഉണ്ട്, പക്ഷെ അതിന്റെ ടോപ്പിലാണ് ഈ വൈറ്റ് കിടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ടോപ്പ് ഭാഗം ഇതുപോലെ ഒന്ന് കറക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഈ വൈറ്റിനെ, ഈ സൈഡിൽ കിടക്കുന്ന വൈറ്റിനെ നമ്മൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ സൈഡിൽ ആ വൈറ്റ് വരും. അതേപോലെ തന്നെ നമ്മൾ നോക്കുക, ഇവിടെ ഒരു വൈറ്റ് ഉണ്ട്, അതിനെ നമ്മൾ ഇവിടെ കൊണ്ടുവന്നു. അപ്പൊ 3 സൈഡിൽ ഇവിടെ വൈറ്റ് വന്നു. ഇത് 2 വന്നിട്ടുണ്ട്, അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഈ 4 സൈഡിൽ മാത്രം വൈറ്റ് ആദ്യം കൊണ്ടുവരിക. ഇനി ഒരു വൈറ്റ് കൂടെ വേണം. ആ വൈറ്റ് ഇവിടെ ഉണ്ട്, പക്ഷെ അതിന്റെ ടോപ്പില് വൈറ്റ് കിടക്കുന്നതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ഇവിടാണ് നമുക്ക് കൊണ്ടുവരേണ്ടത്. അപ്പൊ നമ്മൾ അതിനെ എന്ത് ചെയ്യുക, ഈ ടോപ്പ് ഇങ്ങനെ ഒന്ന് കറക്കിയിട്ട് നമ്മൾ ആ വൈറ്റിനെ മുകളിലേക്ക് കൊണ്ടുവരിക. ഇപ്പൊ നമ്മൾ നോക്കുന്നതായിട്ടുള്ള സമയത്ത് 1, 2, 3, 4 നമ്മളൊരു ക്രോസ് രീതിയിൽ വൈറ്റിനെ കൊണ്ടുവന്നു. ഇനി ഈ 4 വൈറ്റിനെ നമുക്ക് ഈ യഥാർത്ഥ വൈറ്റിന്റെ സൈഡിലേക്ക് കൊണ്ടുവരണം. എപ്പോഴും ഈ യെല്ലോയുടെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെ ആയിരിക്കും വൈറ്റ് കിടക്കുക. അപ്പൊ ഈ 4 സൈഡിലേക്കാണ് നമ്മൾ വൈറ്റ് ഇനി കൊണ്ടുവരാനായിട്ടുള്ളത്. ഇങ്ങനെ കൊണ്ടുവരുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം സോൾവ് ചെയ്യുന്നത് വൈറ്റ് ആണ്. വൈറ്റ് സോൾവ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഈ ഫസ്റ്റ് ലെയർ നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്ത് കൊണ്ടുവരുന്നത്. ഇത് പല രീതിയിൽ ചെയ്യുന്നതുകൊണ്ട് ഇത് കുറച്ച് ഈസി ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഈ 4 വൈറ്റിനെ നമുക്ക് ഇവിടേക്ക് കൊണ്ടുവരണം. അപ്പൊ അത് കൊണ്ടുവരുന്നതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ ഈ ടോപ്പിൽ വൈറ്റ് ഉള്ള ഈ 4 ക്യൂബിന്റെ സൈഡ് കളർ നോക്കുക. ഇപ്പൊ ഈ വൈറ്റിന്റെ സൈഡ് നോക്കുമ്പോൾ ഇവിടെ ബ്ലൂ ആണ്.
അപ്പൊ ഇതിന്റെ ബ്ലൂ സെന്ററായിട്ട് എവിടെയാണോ ഉള്ളത് അവിടെ കൊണ്ടുവന്ന് ഇത് മാച്ച് ചെയ്യിപ്പിക്കുക. ബ്ലൂവും തമ്മിൽ മാച്ച് ചെയ്യിപ്പിക്കുക. അപ്പൊ അത് നമുക്കൊന്ന് മാച്ച് ചെയ്യിപ്പിക്കാം. ഇപ്പൊ ഇതുപോലെ മാച്ച് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ 2 പ്രാവശ്യം ഒന്ന് താഴേക്ക് കറക്കുക. താഴേക്ക് കറക്കുമ്പോൾ നമ്മൾ മുകളിൽ കണ്ട വൈറ്റ് താഴെ വരും. ഇവിടെ വന്നിട്ടുണ്ട്. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ഇവിടെ വൈറ്റ്, അതിന്റെ തൊട്ട് താഴെ ഓറഞ്ച് ആണ്. അപ്പൊ ഓറഞ്ച് സെന്റർ ആയിട്ടുള്ളത് എവിടെയാണോ അവിടെ കൊണ്ടുവന്ന് മാച്ച് ചെയ്യിപ്പിക്കുക. 2 പ്രാവശ്യം മുൻപോട്ട് കറക്കുക. ഇതുപോലെ. അതിനുശേഷം ആ വൈറ്റ് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ്ടല്ലേ. ഇനി അടുത്തത് പറഞ്ഞാല് റെഡ് ആണ്, ഇതിന്റെ മുകളിൽ വൈറ്റ് ആണ്. ഓക്കെ, അതും നമുക്ക് ഓൾറെഡി മാച്ചിലായിട്ട് കിടക്കുകയാണ്. നമുക്ക് 2 പ്രാവശ്യം ഒന്ന് കറക്കിയാൽ മാത്രം മതി. അപ്പൊ ആ വൈറ്റും ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഒറ്റ വൈറ്റ് കൂടെ ഉള്ളൂ. അതിന്റെ സൈഡിലുള്ളത് ഗ്രീൻ ആണ്. ഗ്രീൻ സെന്റർ ആയിട്ടുള്ളത് എവിടെയാണോ അവിടെ കൊണ്ടുവന്ന് മാച്ച് ചെയ്യിപ്പിക്കാം. ഇതുപോലെ മാച്ച് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കത് 2 പ്രാവശ്യം മുൻപോട്ട് കറക്കാം. ഇപ്പൊ നമ്മൾ നോക്കുന്നിട്ടുള്ള സമയത്ത് ടോപ്പിൽ നമ്മൾ സെറ്റ് ചെയ്ത വൈറ്റ് മുഴുവനും നമുക്ക് താഴെ ഇതുപോലൊരു ക്രോസ് ആയിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ? ഇനി നമുക്ക് ചെയ്യാനായിട്ടുള്ളത് ഈ 4 സൈഡിലും വൈറ്റിനെ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഈ വൈറ്റിനെ നമ്മൾ ഇവിടെ കൊണ്ടുവരുമ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് ലെയറും ഈ താഴത്തെ ലെയറും ഫില്ലാവും. ഈ ഫസ്റ്റ് ലെയറും നമുക്കിവിടെ ഫില്ലായിട്ട് കിട്ടും. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞിട്ട് തന്നെ യെല്ലോ ടോപ്പിൽ ഈ കാണുന്ന രീതിയിൽ നമ്മൾ പിടിക്കുക. പിടിച്ചതിന് ശേഷം നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ഈ സൈഡിൽ എവിടെയെങ്കിലും നമ്മുടെ 1, 2, 3ാമത്തെ ഈ 3rd ലെയറിൽ എവിടെയെങ്കിലും വൈറ്റ് സൈഡിൽ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. ഇപ്പൊ നമ്മൾ നോക്കുന്നിട്ടുള്ള സമയത്ത് വൈറ്റ് വന്നിട്ടില്ല. ഇപ്പൊ നമുക്ക് വൈറ്റ് വന്നിട്ടുള്ളത് എവിടെയാണ്? ടോപ്പിലാണ് വൈറ്റ് കിടക്കുന്നത്. അപ്പൊ ടോപ്പില് നമുക്ക് വൈറ്റ് ഇതുപോലെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാനായിട്ടുള്ളത് ഒരു ചെറിയൊരു ഇക്വേഷൻ ആണ്. അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് നമുക്ക് ആ വൈറ്റ് നമുക്ക് ഈ സൈഡിൽ കിട്ടും. അതിനായിട്ട് റൈറ്റ് അപ് ടു റൈറ്റ് ഇൻവേർട്ടർ. ഇപ്പൊ നമ്മൾ നോക്കുന്നിട്ടുള്ള സമയത്ത് കണ്ടില്ല, ആ മുകളിൽ കിടന്ന വൈറ്റ് എല്ലാം പോയി. അത് സൈഡിൽ വന്നിട്ടുണ്ട്. ഈ കാണുന്ന രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പൊ ആ ഇക്വേഷൻ നിങ്ങൾ മറന്നു പോകരുത്. അത് എവിടെയെങ്കിലും എഴുതി വെച്ചേക്കുക. ഇനി നിങ്ങൾക്ക് മറ്റൊരു കേസ് വരാം. ഞാനിപ്പോ ഈ ടോപ്പിൽ നിന്ന് ഈ സൈഡിലേക്ക് വൈറ്റ് കൊണ്ടുവരുന്നത് ഞാൻ പറഞ്ഞു. അതേപോലെ തന്നെ ഒരു പക്ഷേ നിങ്ങൾക്ക് വരാം ഈ താഴെയും വൈറ്റ് വരാം. ഈ ടോപ്പിലും വൈറ്റ് വരാം, ഇവിടെയും വരാം. എങ്ങനെ വന്നാലും നമുക്ക് ഈ സൈഡിൽ കൊണ്ടുവരണം. ഈ 3rd ലെയറിൽ നമുക്ക് കൊണ്ടുവരണം. അപ്പൊ നമുക്ക് ഈ താഴെയാണ് വൈറ്റ് വന്നിട്ടുള്ളത് എങ്കിൽ നമുക്ക് ചെയ്യാനായിട്ടുള്ളത് ചെറിയൊരു ഇക്വേഷൻ ആണ്. ലെഫ്റ്റ് ഇൻവേർട്ടർ അപ്പ് ലെഫ്റ്റ്. അപ്പൊ അതാ നോക്കി, നമ്മൾ ആ താഴെ കണ്ട വൈറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സാധാരണ ഞാൻ ഇനി പറയാൻ പോകുന്ന ഇക്വേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. വളരെ സിമ്പിൾ ആണ്. ഇപ്പൊ ഞാൻ ഈ കാണിച്ചത് ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഈ സൈഡിലേക്ക് കൊണ്ടുവരുന്നതാണ്. ഇതേപോലെ തന്നെ ചിലപ്പോൾ ഈ റൈറ്റ് സൈഡിൽ കിടക്കാം. അതിനെ നമുക്ക് ഈ ലെയറിൽ കൊണ്ടുവരണം. അതിനെ കൊണ്ടുവരേണ്ടത് വളരെ സിമ്പിൾ ആണ്. നമ്മുടെ ഈ റൈറ്റ് സൈഡ് ടോപ്പിലേക്ക് വെക്കുക. അതിനുശേഷം ഈ ടോപ്പ് ഈ ബാക്ക് സൈഡിലേക്ക് ഒന്ന് കറക്കുക. അതിനുശേഷം അത് താഴേക്ക് കൊണ്ടുവരിക. ഇപ്പൊ ആ വൈറ്റ് നമുക്ക് സൈഡിൽ വന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഏറ്റവും ഈ 3rd ലെയറിൽ നിന്നാണ് നമ്മൾ വൈറ്റിനെ താഴേക്ക് കൊണ്ടുവരുന്നത്. എവിടെ കിടന്നാലും നമ്മൾ ഇവിടെ കൊണ്ടുവരണം ഈ വൈറ്റിനെ. അപ്പം ഇതിന്റെ സൈഡിൽ ഈ ടോപ്പ് ലെയറിൽ ഈ സൈഡിൽ വൈറ്റ് ഉണ്ട്. ഇതിന്റെ സൈഡിൽ കിടക്കുന്ന റെഡ് ആണ്. റെഡ് സെന്റർ ആയിട്ടുള്ളത് എവിടെയാണോ അവിടെ കൊണ്ടുവന്ന് ഇത് ഒരു ഡയമെൻഷൻ രീതിയിൽ മാച്ച് ചെയ്യിപ്പിക്കുക. അതായത് ഈ രീതിയിൽ മാച്ച് ചെയ്യിപ്പിക്കുക. മാച്ച് ചെയ്യിപ്പിച്ചതിന് ശേഷം നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ ആണ് റൈറ്റ് അപ്പ് റൈറ്റ് ഇൻവേർട്ടർ. ഇപ്പൊ താണ്ടില്ല, ആ വൈറ്റ് ഇവിടെ താഴെ വന്നു. ഇതേപോലെ തന്നെ ഇനിയും വീണ്ടും നോക്കുക. നമ്മുടെ ടോപ്പിൽ ഇവിടെ ഒരു വൈറ്റ് ഉണ്ട്, സൈഡില് ബ്ലൂ ആണ്. അപ്പൊ ബ്ലൂ നമ്മുടെ സെന്റർ ഓൾറെഡി മാച്ച് ചെയ്തിരിക്കുകയാണ്. ഇപ്പൊ ചിലപ്പോൾ ബ്ലൂ ഒക്കെ ഇങ്ങനെ കിടക്കാം. ഇങ്ങനെ കിടക്കുമ്പോൾ നമ്മൾ ഈ ബ്ലൂ സെന്റർ ആയിട്ടുള്ളത് എവിടെയാണോ അവിടെ കൊണ്ടുവന്ന് ഈ കാണുന്ന രീതിയിൽ മാച്ച് ചെയ്യിപ്പിക്കുക. വീണ്ടും നമുക്ക് റൈറ്റ് ആണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് റൈറ്റ് സൈഡിലെ ഇക്വേഷൻ ആണ് പറയുന്നത് റൈറ്റ് അപ്പ് റൈറ്റ് ഇൻവേർട്ടർ. ഇപ്പൊ താണ്ടില്ല, അതും ഇവിടെ വന്നു. ഇനി നമുക്ക് 2 വൈറ്റ് കൂടെ ഉള്ളൂ. അപ്പൊ അത് നോക്കുമ്പോൾ അടുത്തായിട്ട് നമ്മൾ നോക്കുമ്പോൾ റെഡിന്റെ സൈഡിൽ വൈറ്റ് കിടപ്പുണ്ട്. അപ്പൊ റെഡ് സെന്റർ ആയിട്ടുള്ളത് എവിടെയാണോ അവിടെ കൊണ്ടുവന്ന് ഇത് മാച്ച് ചെയ്തിരിക്കുക. ഇപ്പൊ ഡയമെൻഷൻ രീതി മാച്ച് ചെയ്തു. നമ്മൾ ഇത്രയും നേരം നമ്മൾ ചെയ്തത് റൈറ്റ് സൈഡിൽ നിന്നും വൈറ്റിനെ താഴെ കൊണ്ടുവരിക ചെയ്തത്. ഇപ്രാവശ്യം നമ്മൾ ചെയ്യുന്നത് ലെഫ്റ്റ് സൈഡിൽ നിന്നും വൈറ്റിനെ താഴെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പം ഡയമെൻഷൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനടി അടുത്ത ഇക്വേഷൻ ആണ് ചെയ്യുന്നത്. ലെഫ്റ്റ് ഇൻവേർട്ടർ അപ്പ് ഇൻവേർട്ടർ ലെഫ്റ്റ്. കണ്ടില്ലേ? ഇപ്പൊ ഇനി നമുക്ക് ഒരു വൈറ്റ് കൂടെ കൊണ്ടുവരാനായിട്ടുള്ളൂ. അത് ഈ ടോപ്പിൽ കിടപ്പുണ്ട്. അതിന്റെ സൈഡിൽ ഗ്രീൻ ആണ്. ഗ്രീൻ സെന്റർ ആയിട്ടുള്ളത് എവിടെയാണോ അവിടെ കൊണ്ടുവന്ന് മാച്ച് ചെയ്യിപ്പിക്കുക. വീണ്ടും ലെഫ്റ്റ് സൈഡിലാണ് വന്നിരിക്കുന്നത്. ആ ലെഫ്റ്റ് സൈഡിന്റെ ഇക്വേഷൻ, താഴെ പോകുന്ന ഇക്വേഷൻ നിങ്ങൾ എഴുതി വെച്ചേക്കുക. ലെഫ്റ്റ് സൈഡിലേക്കുള്ളത്, റൈറ്റ് സൈഡിലേക്കുള്ളതെന്നുള്ള ഫസ്റ്റ് സ്റ്റെപ്പ്, സെക്കൻഡ് സ്റ്റെപ്പ് അങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം ചെയ്യാനായിട്ട് പറ്റും. വളരെ ആദ്യമൊക്കെ ചെയ്യുമ്പോൾ വളരെ ക്ഷമയോടുകൂടി തന്നെ ചെയ്യുക. നോക്കി ഇക്വേഷൻ നോക്കി ചെയ്യുക. അപ്പൊ നമുക്ക് ലെഫ്റ്റ് സൈഡിലെ ഇക്വേഷൻ നമുക്ക് ചെയ്യാം. ലെഫ്റ്റ് ഇൻവേർട്ടർ അപ്പ് ഇൻവേർട്ടർ ലെഫ്റ്റ്.
ഇപ്പൊ നമ്മൾ നോക്കുന്നുള്ള സമയത്ത് വൈറ്റ് ഇവിടെ ഫുള്ളായിട്ട് ഫിനിഷായി. അതിനോടൊപ്പം തന്നെ നോക്കുക, ഫസ്റ്റ് ലെയറും നമുക്കിവിടെ ഫില്ലായി. ഇത്രയേ ഉള്ളൂ സംഭവം. ആകെ ആ സെയിം രണ്ട് ഇക്വേഷൻ മാത്രമേ ഉള്ളൂ, ലെഫ്റ്റ് സൈഡിലേക്കും റൈറ്റ് സൈഡിലേക്കും ഉള്ള ഇക്വേഷൻ. പിന്നെ ടോപ്പില് വൈറ്റ് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ഈ സൈഡിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ഇക്വേഷൻ. ഇനി വളരെ ഈസിയാണ്, ഈ ഒരു കടമ്പ കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ഈസിയാണ്. ഇനി നമുക്ക് ചെയ്യാനായിട്ടുള്ളത് സെക്കൻഡ് ലെയർ ആണ്. സെക്കൻഡ് ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്നുമില്ല, ഇതിലും ഈസിയാണ് നമുക്ക് സെക്കൻഡ് ലെയർ നമുക്ക് ചെയ്യാനായിട്ടുള്ളത്. അതിന്റെ ഇക്വേഷൻ നമുക്ക് നോക്കാം. ഇക്വേഷൻ നോക്കുന്നതിന് മുന്നോടിയായിട്ട് ആദ്യം ഒരു കാര്യം പറയട്ടെ. നമ്മളിങ്ങനെ ഈ യെല്ലോ ടോപ്പിൽ പിടിക്കുക. ടോപ്പിൽ പിടിച്ചതിന് ശേഷം ഈ യെല്ലോ, ഈ 4 ക്യൂബാണ് നമ്മൾ നോക്കുന്നത്, എപ്പോഴും നോക്കുന്നത് ഇതാണ്. ഈ 4 ക്യൂബിന്റെ സൈഡിൽ, അതായത് ഇപ്പൊ ഇത് ഗ്രീൻ ആണ്, ഗ്രീനിന്റെ ടോപ്പിൽ യെല്ലോ ഉണ്ട്. സെക്കൻഡ് ലെയർ നമ്മൾ ഫില്ല് ചെയ്യുന്ന സമയത്ത് യെല്ലോ ടോപ്പിൽ ഈ സൈഡിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ക്യൂബ് നമ്മൾ വിട്ടേക്കുക. ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഈ ഗ്രീനിന്റെ ടോപ്പിൽ യെല്ലോ ഉണ്ട്, റെഡിന്റെ ടോപ്പിൽ യെല്ലോ ഉണ്ട്, ഇവിടെ യെല്ലോയും ബ്ലൂവും കൂടെ ആണ് വന്നേക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ വിട്ടേക്കുക. യെല്ലോ വന്നിട്ടുണ്ടെങ്കിൽ വിട്ടേക്കുക. യെല്ലോ ഇല്ലാത്തതായിട്ട് കിടക്കുന്നത് ഇവിടെ ഒരെണ്ണമാണ്, ഓറഞ്ചും ഗ്രീനും. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഓറഞ്ച് സെന്റർ ആയിട്ടുള്ളത് എവിടെയാണോ അവിടെ കൊണ്ടുവന്ന് ഇത് മാച്ച് ചെയ്യിപ്പിക്കുക. വലിയൊരു ടീ ആക്കുക. ഇപ്പൊ ഇതാ നോക്കുക, ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അതൊരു ടീ ആണ്, കണ്ടില്ലേ? ഇപ്പൊ നമ്മൾ യെല്ലോ എപ്പോഴും ടോപ്പിലെ വരാവും, ഞാനത് കാണിക്കാൻ വേണ്ടി ഒന്ന് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇങ്ങനെ നമ്മൾ വെക്കുക, അതായത് ഓറഞ്ച് ഗ്രീന്. ഇനി നമ്മൾ ശ്രദ്ധിക്കുക, ഈ ഓറഞ്ച് നമുക്ക് വരാനായിട്ടുള്ളത് എവിടെയാണ്? ഇവിടെയാണ്. ഗ്രീൻ നമുക്ക് വരാനായിട്ടുള്ളത് ഇവിടെയാണ്. അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കണം. സെക്കൻഡ് ലെയർ നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാവർക്കും തെറ്റിപ്പോകുന്ന ഇവിടെയാണ്. ഗ്രീൻ നമുക്ക് കൊണ്ടുവരാനായിട്ടുള്ളത് ഇവിടെ, ഓറഞ്ച് നമുക്ക് കൊണ്ടുവരാനായിട്ടുള്ളത് ഇവിടെ. അപ്പൊ നമുക്ക് ഈ ടോപ്പ് ഭാഗം ഫുള്ളായിട്ട് ഇവിടെയാണ് വരാനായിട്ടുള്ളത്. ഈ റൈറ്റ് സൈഡിലേക്ക് നമുക്ക് ഈ കളറിനെ കൊണ്ടുവരണമെങ്കിൽ, അല്ലെങ്കിൽ ഈ ക്യൂബിനെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ടോപ്പ് ഭാഗം നമ്മുടെ ലെഫ്റ്റ് സൈഡിലേക്ക് തിരിക്കണം. ഇങ്ങനെ തിരിക്കണം. അതാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി നിങ്ങൾക്ക് കളറ് ഈ ലെഫ്റ്റ് സൈഡിലേക്കാണ് കൊണ്ടുവരാനായിട്ടുള്ളതെങ്കിൽ, ഇപ്പം എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇതിന്റെ ടോപ്പിൽ ബ്ലൂ ആയിരുന്നുവെങ്കിൽ ഇവിടെ ബ്ലൂ വരണം, ഇവിടെ ഓറഞ്ച് ആണ്. അപ്പൊ നമ്മൾ ഈ ടോപ്പ് ഭാഗം ഇങ്ങോട്ട് തിരിക്കണം, നമ്മുടെ റൈറ്റ് സൈഡിലേക്ക് തിരിക്കണം. ഇത് മാത്രമേ ഉള്ളൂ സെക്കൻഡ് ലെയറിനകത്തിലെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നമ്മൾ ഇക്വേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സെക്കൻഡ് ലെയർ നമുക്ക് പെട്ടെന്ന് നമുക്ക് സോൾവ് ആക്കാനായിട്ട് പറ്റും. അപ്പൊ അതിന്റെ ഇക്വേഷൻ എന്താണെന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പൊ നമുക്ക് റൈറ്റ് സൈഡിലേക്കാണ് വരാനായിട്ടുള്ളത്. റൈറ്റ് ഇൻവേർട്ടർ. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ഈ താഴ്വശത്തുനിന്ന് വൈറ്റ് ഒരെണ്ണം മിസ്സാവും. ഈ വൈറ്റ് ടോപ്പിൽ തന്നെയുണ്ട്. ഈ വൈറ്റ് നമ്മൾ ഇവിടെ സോൾവ് ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു കട്ട ഇവിടേക്ക് വരും. അപ്പൊ നമ്മൾ നോക്കുക, നമ്മുടെ വൈറ്റ് ഇവിടെയാണ് കിടക്കുന്നത്. ഈ വൈറ്റിന്റെ സൈഡിലുള്ളത് ഗ്രീൻ ആണ്. ആ ഗ്രീൻ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് മാച്ച് ചെയ്യിപ്പിച്ചു. നമ്മുടെ ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഇക്വേഷൻ ഇതാ, ഈ ഇക്വേഷൻ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മുമ്പേ കണ്ട ആ ഒരു ഓറഞ്ചും ഗ്രീനും ഇതാ ഇവിടെ വന്നിട്ടുണ്ട്, കണ്ടില്ല? ഓറഞ്ച് ഇവിടെ വന്നു, ഗ്രീൻ ഇവിടെ വന്നു. ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സെക്കൻഡ് ലെയർ നമ്മൾ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഒരു വൈറ്റ് പോകും. ആ വൈറ്റ് നമ്മൾ ഫസ്റ്റിൽ പറഞ്ഞ ഇക്വേഷൻ, ലെഫ്റ്റ് സൈഡിലേക്ക് റൈറ്റ് സൈഡിലേക്കുള്ള ആ ഇക്വേഷൻ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് ഇവിടെ ആ ലെയറും ഫില്ലാവും. ഇനി നമ്മൾ വീണ്ടും നോക്കുക. ഇപ്പൊ നോക്കുന്നതായിട്ടുള്ള സമയത്ത് വീണ്ടും നമുക്ക് ഒരു കട്ട കൂടി നമുക്ക് ഇവിടെ യെല്ലോ ഇല്ലാത്തത് കിട്ടി, ഓറഞ്ച് ആൻഡ് ബ്ലൂ. അപ്പൊ ഓറഞ്ച് സെന്റർ ആയിട്ടുള്ളത് എവിടെയാണോ അവിടെ കൊണ്ടുവന്ന് മാച്ച് ചെയ്യിപ്പിക്കുക. ഇതാ ഇവിടെ കൊണ്ടുവന്ന് മാച്ച് ചെയ്യിപ്പിച്ചു, വലിയൊരു ടീ ആക്കി. ഇപ്രാവശ്യം നമുക്ക് നോക്കുക, ബ്ലൂ നമുക്ക് വരാനായിട്ടുള്ളത് ഈ സൈഡിലാണ്, ഓറഞ്ച് വരാനായിട്ടുള്ളത് ഈ സൈഡിലുമാണ്, ലെഫ്റ്റ് സൈഡിലുമാണ്. അപ്പൊ ഞാൻ മുമ്പേ പറഞ്ഞിട്ട് തന്നെ ലെഫ്റ്റ് സൈഡിൽ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങോട്ടാണ്? ടോപ്പ് റൈറ്റ് സൈഡിലേക്ക് തിരിക്കണം. അപ്പൊ അത് നമുക്ക് ചെയ്യാം. അപ്പ് ഇൻവേർട്ടർ, ലെഫ്റ്റ് ഇൻവേർട്ടർ, അപ്പ് ഇൻവേർട്ടർ, ലെഫ്റ്റ്. ഇപ്പൊ ഇവിടുന്ന് ഒരു വൈറ്റ് നമുക്ക് മിസ്സായിട്ടുണ്ട്. ആ വൈറ്റിനെ നമുക്ക് ഈ ടോപ്പിൽ തന്നെ കിടപ്പുണ്ട്, ഇതാണ്ടില്ല ഇവിടെ കിടപ്പുണ്ട്, ഇതിന്റെ സൈഡിൽ ബ്ലൂ ആണ്. അപ്പം ബ്ലൂ സെന്റർ ആയിട്ടുള്ളിടത്ത് കൊണ്ടുവന്ന് മാച്ച് ചെയ്യിപ്പിക്കുക. നമ്മുടെ റൈറ്റ് സൈഡിന്റെ ആ ഒരു ചെറിയൊരു ഇക്വേഷൻ, റൈറ്റ് ഇൻവേർട്ടർ. ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഇതാണ്ടില്ലേ, അതും ഇവിടെ സോൾവ് ആയിട്ടുണ്ട്. ഓറഞ്ചും ബ്ലൂവും ഇവിടെ സോൾവ് ആയിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഇത്രയും സോൾവ് ആയി. ഇനി നമുക്ക് ഒരൊറ്റ ലെയറൂടെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സെക്കൻഡ് ലെയറും ഇവിടെ സോൾവ് ആയിട്ട് കിട്ടും. അപ്പൊ നമ്മൾ നോക്കുക, ഇവിടെ നമുക്ക് വീണ്ടും നോക്കുമ്പോൾ ഇവിടെ യെല്ലോ ഇല്ലാത്ത, ബാക്കി എല്ലാം യെല്ലോ ഉണ്ട്. ഇവിടെ യെല്ലോ ഉണ്ട്, ഇവിടെ യെല്ലോ ഉണ്ട്, പിന്നെ ഇതിന്റെ സൈഡ് നോക്കുമ്പോൾ ഇവിടെ യെല്ലോ ഉണ്ട്. അപ്പൊ നമുക്ക് യെല്ലോ ഇല്ലാത്തത് ഈ ഒരു കട്ട മാത്രമാണ്. അപ്പൊ നമ്മൾ അതിന്റെ സെന്റർ കളർ നോക്കുക. ഇവിടെ സൈഡ് കളർ നോക്കുമ്പോൾ റെഡ് ആണ്, റെഡ് സെന്റർ ആയിട്ടുള്ളത് ഇവിടെ ഓൾറെഡി മാച്ച് ആണ്. അപ്പൊ നമുക്ക് ഈ ഗ്രീൻ വരാനായിട്ടുള്ളത് ഇവിടെയാണ്, ഈ സൈഡിലാണ് വരാനുള്ളത്, നമ്മുടെ ലെഫ്റ്റ് സൈഡിലാണ്. റെഡ് വരാനായിട്ടുള്ളത് നമ്മുടെ ഈ സൈഡിൽ വേണം. അപ്പം നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് ഈ ടോപ്പ് ഭാഗം റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകണം. അപ്പം അപ്പ് ഇൻവേർട്ടർ, ലെഫ്റ്റ് ഇൻവേർട്ടർ, അപ്പ് ഇൻവേർട്ടർ,
ലെഫ്റ്റ്. ഇതാ ഇപ്പൊ നമ്മുടെ ഇവിടുന്ന് ഒരു വൈറ്റ് മിസ്സായിട്ടുണ്ട്. ആ വൈറ്റ് എവിടെയാണെന്ന് നോക്കുക. വൈറ്റ് ഇതാ ഇവിടെ ഉണ്ട്. അതിന്റെ സൈഡിൽ ഗ്രീൻ ആണ്. ഗ്രീൻ സെന്റർ ആയിട്ടുള്ളിടത്ത് കൊണ്ടുവന്ന് മാച്ച് ചെയ്യിപ്പിക്കുക. മാച്ച് ചെയ്യിച്ചിട്ട് നമ്മൾ വീണ്ടും ആ പഴയ ഇക്വേഷൻ ചെയ്യുക. റൈറ്റ് ഇൻവെർട്ടർ. ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ ദാണ്ടില്ലേ ആ കളറ് നമ്മുടെ സെക്കൻഡ് ലെയർ ഇവിടെ നമുക്കിവിടെ ഫില്ലായിട്ട് കിട്ടിയിട്ടുണ്ട്. കറക്റ്റ് ആയിട്ട് നമുക്ക് ഫില്ലായിട്ട് കിട്ടി. ഇത്രയേ ഉള്ളൂ നമുക്ക് ചെയ്യാനായിട്ടുള്ളത്. നമ്മുടെ വൈറ്റ് സോൾവ് ആയി. ഫസ്റ്റ് ലെയർ, സെക്കൻഡ് ലെയർ. ഇനി നമുക്ക് ചെയ്യാനായിട്ടുള്ളത് തേർഡ് ലെയർ ആണ്. റുബിക്സ് ക്യൂബിന്റെ തേർഡ് ലെയർ എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതല്ല, ഈ ടോപ്പിൽ കാണുന്നതാണ്. യെല്ലോ ആണ് നമ്മുടെ ഇതിന്റെ തേർഡ് ലെയർ എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആണ് ചെയ്യാനായിട്ടുള്ളത്. ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്രോസ് ആക്കുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം. ഇത് ഓട്ടോമാറ്റിക്കലി ഇതിപ്പോ ഇവിടെ ക്രോസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ക്രോസ് ആയിട്ട് വരത്തില്ല, ചിലപ്പോൾ ലെഗ് അടിച്ച് നമുക്ക് ക്രോസ് ആയിട്ട് വരും. ഇനി ക്രോസ് ആവാത്തത് ഞാനിപ്പോ ഒന്നുകൂടെ ഒന്ന് ഷഫിൾ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ഇത് സ്റ്റഡി ക്ലാസ് ആയതുകൊണ്ട് തന്നെ ഞാൻ അത് കറക്റ്റ് ആയിട്ട് കാണിച്ചു തരാം. നമ്മൾ ഈ സെക്കൻഡ് ലെയർ സോൾവ് ചെയ്യുന്ന സമയത്ത് ഇതൊരിക്കലും ക്രോസ് ആയിട്ട് ചിലപ്പോൾ വരത്തില്ല, ചിലപ്പോൾ ലെഗ് അടിച്ച് നമുക്ക് ഇതുപോലെ വരികയും ചെയ്യാം. അപ്പൊ അതുകൊണ്ട് ഈ ഒരു രീതിയിൽ ഞാൻ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഫസ്റ്റ് ബിഗിനേഴ്സിനൊന്നും ഇത് മനസ്സിലാവത്തില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ക്രോസ് ആകാത്ത രീതിയിൽ ഒന്നുകൂടെ ഒന്ന് ഷഫിൾ ചെയ്തിട്ട് കാണിക്കാനായിട്ട് പോവാണ്. ഇപ്പൊ ഇവിടെ നോക്കുന്നതായിട്ടുള്ള സമയത്ത് ഞാൻ വീണ്ടും അതൊന്ന് ഷഫിൾ ചെയ്തെടുത്താണ് കേട്ടോ. നമുക്ക് വരുന്ന കേസുകൾ ഞാൻ ഇവിടെ ഒരു പേപ്പറിൽ വരച്ചു വെച്ചിട്ടുണ്ട്. സെക്കൻഡ് ലെയർ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ സംഭവങ്ങളാണ്, ഏതൊക്കെ കേസുകളാണ് വരുന്നതെന്നാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് ആദ്യം ചിലപ്പോൾ ഈ കാണുന്ന രീതിയിൽ വരും. ഈ സിംഗിൾ ആയിട്ട് ഒരു യെല്ലോ കളർ മാത്രം വരും. അതല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കാണുന്ന രീതിയിൽ വരും. ഇങ്ങനെ ഈ ഒരു രീതി എല്ല് തിരിച്ചിട്ടേക്കുന്ന രീതിയിൽ നമുക്ക് വരും. മൂന്നാമതായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ സെൻട്രലിൽ ഇതുപോലെ കറക്റ്റ് ആയിട്ട് യെല്ലോ ഇങ്ങനെ നിൽക്കും. നാലാമതായിട്ട് നമുക്ക് ഇതുപോലെ ക്രോസ് ആക്കി നമുക്ക് കിട്ടും. ഇനി നമുക്ക് യെല്ലോ ക്രോസ് ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ അതിനായിട്ട് നമ്മൾ ചെറിയ ഈ ഒരു ഇക്വേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കിട്ടും. ഞാൻ ഇങ്ങനെ ടോപ്പിൽ ഇങ്ങനെ ഈ ആരോ ഇട്ടേക്കുന്നത് ഇൻവേർട്ടർ എന്നുള്ളതാണ് കേട്ടോ. അപ്പ് ഇൻവേർട്ടർ, റൈറ്റ് ഇൻവേർട്ടർ അങ്ങനെയുള്ളതാണ് സംഭവം. അപ്പൊ നമുക്ക് ഇതൊന്ന് സോൾവ് ചെയ്യാം. ഇപ്പൊ നമുക്ക് ഇവിടെ ഓൾറെഡി രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമുക്ക് വന്നിട്ടുണ്ട്. ഇനി 3, 4 വളരെ സിമ്പിൾ ആണ്. ഈ ഒരു ഇക്വേഷൻ നമുക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് ആ ഇക്വേഷൻ നിങ്ങൾ എവിടെയെങ്കിലും എഴുതിയിട്ടേക്കാം. ഇത് ചെയ്യാനായിട്ടുള്ള സമയത്ത് ഫ്രണ്ട്, റൈറ്റ്, അപ്പ്, റൈറ്റ് ഇൻവേർട്ടർ, അപ്പ് ഇൻവേർട്ടർ, ഫ്രണ്ട് ഇൻവേർട്ടർ. ഇപ്പൊ നമ്മൾ നോക്കുന്നതായിട്ടുള്ള സമയത്ത് നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് വന്നു. ഇതാണ്ടില്ലേ 1, 2, 3 സ്റ്റെപ്പിലേക്ക് വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തെന്ന് പറഞ്ഞാൽ 4ാമത്തെ സ്റ്റെപ്പാണ്. ഈ ഒരൊറ്റ സ്റ്റെപ്പ് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ യെല്ലോ ഇവിടെ ക്രോസ് ആയി കിട്ടും. അപ്പൊ സെയിം ഇക്വേഷൻ ആണ് നമുക്ക് ചെയ്യാനായിട്ടുള്ളത്. പക്ഷെ നമുക്ക് യെല്ലോ ഇങ്ങനെ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഈ രണ്ട് സൈഡിൽ യെല്ലോയുടെ ഈ സൈഡും ഈ സൈഡും നമ്മൾ നോക്കുക. യെല്ലോ ഇതുപോലെ കളർ അടുപ്പിച്ച് വന്നിട്ടുണ്ടോ നോക്കുക. ഇപ്പൊ ഈ സൈഡിൽ അടുപ്പിച്ച് വന്നിട്ടുണ്ട്, ഈ സൈഡിലും അടുപ്പിച്ച് വന്നിട്ടുണ്ട്. ഏത് സൈഡിലാണോ നമുക്ക് അടുപ്പിച്ച് വന്നിട്ടുള്ളത്, ചിലപ്പോൾ ഒരു സൈഡിൽ നമുക്ക് അടുപ്പിച്ച് വരാം, ചിലപ്പോൾ ഈ സൈഡിൽ അടുപ്പിച്ച് വരത്തില്ല. അപ്പൊ ഏത് സൈഡിലാണോ ഇതുപോലെ അടുപ്പിച്ച് വന്നിട്ടുള്ളത് ആ സൈഡ് നമ്മുടെ ഫേസ് ആയിട്ട് നമ്മൾ ഇതുപോലെ പിടിക്കുക. പിടിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ ആ സെയിം ഇക്വേഷൻ നമുക്ക് ചെയ്യാം. ഫ്രണ്ട്, റൈറ്റ്, അപ്പ്, റൈറ്റ് ഇൻവേർട്ടർ, അപ്പ് ഇൻവേർട്ടർ, ഫ്രണ്ട് ഇൻവേർട്ടർ. ഇപ്പൊ നമ്മൾ നോക്കുന്നതായിട്ടുള്ള സമയത്ത് ഇതാണ്ടില്ലേ നമുക്കിവിടെ ക്രോസ് ഇവിടെ കിട്ടി. ഇവിടെ നമുക്ക് ക്രോസ് കിട്ടി. നമ്മുടെ ലെയറുകളൊന്നും പോയിട്ടില്ല. വൈറ്റ് ഓക്കെയാണ്. ഫസ്റ്റ് ലെയർ, സെക്കൻഡ് ലെയർ, ക്രോസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇങ്ങനെ നമുക്ക് ക്രോസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഇക്വേഷൻ, ഈ പേപ്പർ നമുക്ക് മാറ്റാം. ഈ ഇക്വേഷൻ നിങ്ങൾ മറന്നു പോകരുത് കേട്ടോ. നമുക്ക് ഇത് മാറ്റാം. ഇത് മാറ്റിയതിന് ശേഷം ഇങ്ങനെ ക്രോസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഒരു പേപ്പർ ഞാൻ വെച്ചിട്ടുണ്ട്. ഇവിടെ 1ാമത് ക്രോസ് ആണ്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ്. 2ാമത്തേത് ഇത്, 3 ഇത്, 4 ഇത്, 5 ഇത്, ലാസ്റ്റ് ഫൈനലായിട്ട് ഈ നമ്മൾ യെല്ലോ ഫുള്ളായിട്ട് ക്രോസ് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മൾ അടുത്ത ഇതിനുള്ള ഇക്വേഷൻ ചെയ്യുമ്പോൾ ചിലപ്പം ഈ കാണുന്ന ഏതെങ്കിലും ഇതൊഴിച്ച് നമ്മുടെ 6ാമത്തെ നമ്മുടെ ഈ ഒരു പിക്ചർ ഒഴിച്ച് ബാക്കി ഇതിൽ കാണുന്ന ഏത് വേണമെന്നുണ്ടെങ്കിലും വരാം. ഈ 1, 2, 3, 4 ഇതിലേത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് വരാം. അപ്പൊ നമുക്ക് അതിന്റെ ഒരൊറ്റ ഇക്വേഷൻ മാത്രമേ ഉള്ളൂ. ആ ഇക്വേഷൻ ചെയ്തുകൊണ്ട് നമ്മൾ അങ്ങോട്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. റിപ്പീറ്റ് ചെയ്ത് 2-3 തവണ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാം നമുക്ക് ഫിനിഷ് ആയിട്ട് കിട്ടും. പക്ഷെ ഈ സംഭവം ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ ഇതിന്റെ സൈഡില് ഞാനിവിടെ കളർ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ്ടല്ലേ. ഇപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു കേസാണ് വരുന്നതെങ്കിൽ ഞാൻ ഈ സൈഡിൽ ഞാൻ യെല്ലോ ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ യെല്ലോ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ സെയിം കേസാണ് ഇത്. പക്ഷെ ഇതിന്റെ യെല്ലോ നമുക്ക് ഈ കാണുന്നിടത്താണ് വരുന്നത്. അപ്പൊ ഞാൻ ഇത് ഇക്വേഷൻ ഈ സംഭവം ഞാനിപ്പോ ക്യൂബിൽ ചെയ്ത് കാണിക്കും. നിങ്ങൾക്ക് അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും അതെങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ഇക്വേഷൻ നോക്കാം. യെല്ലോ ടോപ്പ് വരുന്ന ഭാഗം പിടിക്കുക. പിടിച്ചതിന് ശേഷം റൈറ്റ്, അപ്പ്, റൈറ്റ് ഇൻവേർട്ടർ,
അപ്പ് റൈറ്റ് അപ് ടു റൈറ്റ് ഇൻവേർട്ടർ. അപ് ടു എന്ന് പറയുമ്പോൾ 2 പ്രാവശ്യം കറക്കണം കേട്ടോ. ഇപ്പൊ നിങ്ങൾ നോക്കുക, ഞാൻ ഈ വരച്ചിരിക്കുന്ന പിക്ചറിൽ ഏതെങ്കിലും ഒരു കേസ് ആണോ വന്നിട്ടുള്ളത് എന്നുള്ളത്. ഇപ്പൊ ഇങ്ങനെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയാം ഈ സംഭവമാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇതും നമുക്ക് പറയാം. പക്ഷെ ഇതിന്റെ കളർ നമ്മൾ ചെക്ക് ചെയ്യണം. ഇതിന്റെ സൈഡിലൊരു യെല്ലോ ഉണ്ട്, ഇതിന്റെ സൈഡിൽ ഇവിടെ താഴെ ഒരു യെല്ലോ ഉണ്ട്. അപ്പൊ നമ്മൾ ഇതേ രീതിയിൽ ഒന്ന് പിടിച്ചു നോക്കുക എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് ഇതാ ഈ കാണുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. ഇതേ സെയിം ഡിസൈൻ ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇതിന്റെ സൈഡിൽ യെല്ലോ, ഇതാ ഈ താഴെ കാണുന്ന യെല്ലോ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ 1 നിന്നും ഡയറക്റ്റ് വന്നിരിക്കുന്നത് 5 ഓക്കെ. ഇനി നേരെ മറിച്ച് ഈ യെല്ലോ ഈ സൈഡിലായിരുന്നു എങ്കിൽ ഇതാണ് നമ്മുടെ പിക്ചർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഒരു പ്രാവശ്യം കൂടി ഇക്വേഷൻ ചെയ്യുമ്പോൾ ഇതിലേക്ക് വരും. അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് ഫിനിഷ് ആയിട്ട് കിട്ടും. അപ്പൊ നമുക്ക് വീണ്ടും ഇതേപോലെ പിടിക്കുക. ഇവിടെ ഞാൻ ഈ കളർ വെച്ചിരിക്കുന്നത്, ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കുക കേട്ടോ. സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ അടയാളങ്ങളൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ഈ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഒന്ന് അടയാളം മാർക്ക് ചെയ്ത് വെക്കുക. മാർക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കി ഇത് എങ്ങനെ പിടിക്കണം എന്നുള്ളത്, ഈ ക്രോസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ പിടിക്കണം എന്നുള്ളത് ഇവിടെ തെറ്റിപ്പോകരുത്. നമുക്ക് ഇതേ സെയിം ഇക്വേഷൻ ഒന്നുകൂടെ നമുക്ക് ചെയ്ത് നോക്കാം. റൈറ്റ് അപ്പ് റൈറ്റ് ഇൻവേർട്ടഡ് അപ്പ് റൈറ്റ് അപ് ടു റൈറ്റ് ഇൻവേർട്ടഡ്. ഇപ്പൊ നമ്മൾ നോക്കുന്നതായിട്ടുള്ള സമയത്ത് നോക്കി യെല്ലോ നമുക്കിവിടെ ഫിനിഷ് ആയിട്ട് ഇവിടെ കിട്ടി. കാരണം എന്താ വെച്ചാൽ നമ്മൾ ആ പിടിച്ചത് കറക്റ്റ് ആയിരുന്നു. അതായത് നമ്മൾ ഈ യെല്ലോ കറക്റ്റ് ആയിട്ട് ഇതേ രീതിയിലാണ് നമ്മൾ മാറി പിടിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് നമ്മൾ ചരിഞ്ഞു പിടിച്ചൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിട്ട് കേട്ടതല്ല. ഞാൻ ഈ കളർ അതിനാണ് നിങ്ങൾക്ക് ഇതിവിടെ കറക്റ്റ് ആയിട്ട് വരച്ചു വെച്ചിരിക്കുന്നത്, പെട്ടെന്ന് സോൾവ് ചെയ്യാനാണ്. പിന്നെ ഞാൻ ഇതൊരു സ്റ്റഡി ക്ലാസ് ആയതുകൊണ്ട് കുറച്ച് ടൈം എടുത്തിട്ടാണ് പഠിക്കുന്നത്. നിങ്ങൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത് കറക്റ്റ് ആയിട്ട് പെട്ടെന്ന് ഇത് എങ്ങനെയാണ് പിടിക്കേണ്ടതെന്ന് വശമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നോക്കുമ്പോൾ നമ്മുടെ ടോപ്പ് ലെയർ ഇവിടെ യെല്ലോ ഇവിടെ ഫില്ലായിട്ട് കിട്ടി. ഇനി നമുക്ക് ഫൈനലായിട്ട് ഈ കാണുന്ന ഈ ഒരു ഒറ്റ ലെയർ മാത്രമേ നമുക്ക് ഇവിടെ ഫില്ല് ചെയ്യാനായിട്ടുള്ളൂ. യെല്ലോ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ 3 കളർ അടുപ്പിച്ച് വരാം. അതല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ 2 കളർ, ഇവിടെ 2 ഓറഞ്ച്, ഇവിടെ 2 റെഡ്, സെൻട്രലിൽ വേറൊരു കളർ, അങ്ങനെയൊക്കെ വരാം. ഞാൻ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൂടെ ഒന്ന് ചെയ്ത് കാണിക്കാം, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട്. എങ്ങനെ വന്നു കഴിഞ്ഞാലും അങ്ങനെ ഞാനൊന്ന് ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ അത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് സംഭവം എന്നുള്ളത്. അപ്പൊ ഇതാ കണ്ടില്ലേ, നമുക്ക് ഈ 2 സൈഡില് നമുക്ക് ഓറഞ്ച് വന്നിട്ടുണ്ട്. നമ്മൾ യെല്ലോ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ബൈ ചാൻസിൽ ഇങ്ങനെ വരാം. അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സിംഗിൾ ആയിട്ട് 3 കളർ അടുപ്പിച്ചും വരാം. ഇങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനായിട്ടുള്ളത് ഈ കളർ, അതായത് ഈ 2 സൈഡിലുള്ള ഈ ടോപ്പിൽ ഇങ്ങനെ നിൽക്കുന്നതായിട്ടുള്ള കളറ് നമ്മൾ, അതിപ്പോ ഈ ഓറഞ്ച് തന്നെ വേണമെന്നില്ല, അത് ഏത് കളർ വേണമെന്നുണ്ടെങ്കിലും വരാം. ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഓറഞ്ച് മാത്രമേ ഇങ്ങനെ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ കളർ നമ്മൾ ബാക്ക് സൈഡ് ആയിട്ട് വെക്കുക. ഇതാണ് ബാക്ക് സൈഡ്, ഇത് ഫ്രണ്ട് സൈഡ്. അപ്പൊ ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ ഒരു ഇക്വേഷൻ ചെയ്യുക. ആ ഇക്വേഷൻ വേറൊന്നുമല്ല, ഇതാണ് റൈറ്റ് ഇൻവേർട്ടഡ് ഫ്രണ്ട് റൈറ്റ് ഇൻവേർട്ടഡ് ബാക്ക് ടു റൈറ്റ് ഫ്രണ്ട് ഇൻവേർട്ടഡ് റൈറ്റ് ഇൻവേർട്ടഡ് ബാക്ക് ടു റൈറ്റ് ടു. ഇപ്പൊ ഇങ്ങനെ വെക്കുന്നതായിട്ടുള്ള സമയത്ത് നമുക്കറിയാം ഇവിടെ 3 ബ്ലൂ അടുപ്പിച്ച് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 2 റെഡ്, 2 ഗ്രീന്, 2 ഓറഞ്ച് ഇങ്ങനെയും വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ വരുന്നതായിട്ടുള്ള സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് ഈ 3 കളർ അടുപ്പിച്ച് വന്നിട്ടുള്ളത് അതിന്റെ സെൻട്രൽ കളർ ബ്ലൂ ഉള്ളിടത്ത് കൊണ്ടുവന്ന് മാച്ച് ചെയ്യിപ്പിക്കുക. അതായത് ഇതേപോലെ മാച്ച് ചെയ്യിപ്പിക്കുക. ഇങ്ങനെ മാച്ച് ചെയ്യിപ്പിച്ചതിന് ശേഷം നമ്മൾ ഫൈനലായിട്ട് നമ്മളിത് ഫിനിഷ് ചെയ്യാനായിട്ട് പോവാണ്. ഫിനിഷ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഏത് കളറാണോ മുഴുവനായിട്ട് ഇതുപോലെ വന്നിട്ടുള്ളത് ആ കളർ നമ്മൾ നമ്മുടെ റൈറ്റ് സൈഡിൽ വെക്കുക. അതാ ഈ കാണുന്ന രീതിയിൽ നമ്മൾ വെക്കുക. വെച്ചതിന് ശേഷം നമ്മുടെ ഫൈനലായിട്ടുള്ള അൽഗോരിതമാണ് ചെയ്യുന്നത്. വളരെ സിമ്പിൾ ആണ്. നമ്മൾ ഈ റൈറ്റ് സൈഡിൽ ഇതുപോലെ വെച്ചതിന് ശേഷം ലെഫ്റ്റ് ടു അപ്പ് ഇൻവേർട്ടഡ് ബാക്ക് ഫ്രണ്ട് ഇൻവേർട്ടഡ് ലെഫ്റ്റ് ടു ബാക്ക് ഇൻവേർട്ടഡ് ഫ്രണ്ട് അപ്പ് ഇൻവേർട്ടഡ് ലെഫ്റ്റ് ടു. ഇപ്പൊ നമ്മൾ നോക്കുന്നതായിട്ടുള്ള സമയത്ത് ഇതാണ്ടില്ലേ, നമ്മുടെ ക്യൂബ് ഇവിടെ സോൾവ് ആയി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഒരു 6 ഇക്വേഷൻ മാത്രമേ ഉള്ളൂ ഇത് സോൾവ് ചെയ്യാനായിട്ട്. 6 ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു ചെറിയ 2 ഇക്വേഷനും ബാക്കി വരുന്ന 4 ഇക്വേഷനും. ഈ ഇക്വേഷൻ ഞാൻ ഈ വീഡിയോയുടെ അവസാനം ഞാനൊന്ന് എഴുതി വിടാം. അതേപോലെ തന്നെ താഴെ പോകുന്നത് നിങ്ങൾക്ക് വേണം സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. പിന്നെ ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ, ഞാൻ ഈ 2 പിക്ചറിന്റെ നമ്മളിപ്പോ ഈ കാണിച്ച 2 പിക്ചർ ഞാനിവിടെ കറക്റ്റ് ആയിട്ട് ഞാനിത്
ചെയ്തു തരാം. അപ്പൊ നിങ്ങൾ അതും വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കുക. അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ക്യൂബ് സോൾവ് ചെയ്യാനായിട്ട്. ഇതിപ്പം നിങ്ങളിത് ഒരു വട്ടം ശരിയായില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആയിട്ട് സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2 അല്ലെങ്കിൽ ഫസ്റ്റ് ലെയർ, സെക്കൻഡ് ലെയർ, തേർഡ് ലെയർ, ഫോർത്ത് ലെയർ എന്ന് വന്നിട്ട് ആ ഇക്വേഷൻ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് തന്നെ നമ്മുടെ ഈ ഒരു യെല്ലോ കളർ വരുന്നതായിട്ടുള്ള സമയത്ത് ഈ ഒരു കളർ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഈ സൈഡിൽ വരുന്ന കളർ ഇപ്പൊ ക്രോസ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാണുന്ന ഏത് കളർ വേണമെന്നുണ്ടെങ്കിലും വരാം. ഈ ലാസ്റ്റ് ഈ ഒരു സ്റ്റെപ്പ് ഒഴിച്ചതിന് ശേഷം അപ്പൊ നമ്മൾ വരുമ്പോൾ ഈ ഒരു കളർ നമ്മൾ പിടിക്കുന്ന സൈഡുകളും നിങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളുക. അങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ക്യൂബ് സോൾവ് ചെയ്യാം. ഏതൊരാൾക്കും വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാം. ഒന്നിൽ പഴിച്ചാൽ 3 എന്ന് പറയുന്നതിലൂടെ തന്നെ 1-2 വട്ടം നിങ്ങൾ ഇത് കറക്കി കഴിയുമ്പോഴത്തേന് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇത് കിട്ടുന്നതായിരിക്കും. അപ്പൊ നമ്മളുടെ ഈ ഒരു റുബിക്സ് ക്യൂബിന്റെ വീഡിയോ നിങ്ങൾ ഇത്രയും നേരം കണ്ടതിന് ശേഷം നിങ്ങൾക്കും തോന്നിയിട്ടില്ല ഇതൊന്ന് സോൾവ് ചെയ്യണമെന്നുള്ളത്. നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. നേരെ മറിച്ച് ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഈ വീഡിയോ സേവ് ചെയ്ത് വെക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോയുടെ തൊട്ട് മുകളിൽ ഒരു 3 ഡോട്ട് ഉണ്ടാവും. ആ ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സേവ് വീഡിയോ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും. ആ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ക്യൂബ് വാങ്ങിയിട്ട് നിങ്ങളുടെ ഫേസ്ബുക്കിൽ നിങ്ങളുടെ പ്രൊഫൈലിൽ നിങ്ങൾ നോക്കുമ്പോൾ അവിടെ സേവ്ഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ വീഡിയോ അവിടെ ഉണ്ടാവും. നിങ്ങൾക്ക് എത്ര കാലം കഴിഞ്ഞാലും നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ വീഡിയോ അവിടെ ഉണ്ടാവും. ഓക്കെ, അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലൊരു ക്യൂബ് മേടിച്ചിട്ടൊന്ന് സോൾവ് ചെയ്യുക. സോൾവ് ചെയ്തതിന് ശേഷം നിങ്ങളെല്ലാവരും നല്ല അഭിപ്രായം നിങ്ങൾ പറയുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നമ്മുടെ കമന്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലില്ലീസ് നാച്ചുറൽ ടിപ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ ഉണ്ട്, അതുകൂടി ഓൺ ആക്കി ഇടുക. അപ്പോൾ നല്ലൊരു കിടിലൻ കിടക്കാച്ച വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം ഉടനെ കണ്ടുമുട്ടാം. നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി, നൗ സൈനിങ് ഔട്ട്.